നമസ്തേ. ഞാൻ മായ ജയമോഹൻ. 2025 മെയ് മാസം 18-ാം തീയതി രാഹുകേതുക്കൾക്ക് രാശിമാറ്റം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ രാഹുവും കേതുവും 1.5 വർഷക്കാലമാണ് ഒരു രാശിയിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതിന് കഴിയുന്ന രണ്ട് നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. അവരെപ്പോഴും കൃത്യമായിട്ട് ഒരേ അകലത്തിൽ 180 ഡിഗ്രിയിൽ തന്നെ, ഈ രാശിചക്രം 360 ഡിഗ്രിയാണ്, അതിൻ്റെ നേർപകുതിയിൽ തന്നെ ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സൂര്യചന്ദ്രന്മാരെ പോലും സ്വാധീനിക്കുന്നതിന് കഴിവുണ്ടാവുന്ന രണ്ട് ഗ്രഹങ്ങളാണ്, നിഴൽ ഗ്രഹങ്ങളാണിവ. അത് നമുക്ക് ഗ്രഹണയോഗം, സൂര്യചന്ദ്രന്മാരുമായിട്ടൊക്കെ ചേരുമ്പോൾ ഗ്രഹണയോഗം രാഹുകേതുക്കൾ നിമിത്തം ഉണ്ടാകുന്നു. അപ്പോൾ അത്രയ്ക്ക് സ്വാധീന ശക്തിയുള്ള രണ്ട് ഗ്രഹങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താനും അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രഹങ്ങൾക്കും സാധിക്കുന്നു. ശനിയുമൊത്ത് രാഹു മീനം രാശിയിലിരിക്കുകയായിരുന്നു. ആ രാഹു കുംഭത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ കന്നിയിലിരുന്ന കേതു ചിങ്ങത്തിലേക്കും മാറിയിരിക്കുകയാണ്. പ്രതിലോമമായിട്ട് സഞ്ചരിക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ കൂടിയാണ്, നിഴൽ ഗ്രഹങ്ങൾ ആണ് രാഹുവും കേതുവും. ഈ ഒരു രാശിമാറ്റം ധനു രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ധനുരാശിക്കാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ഇതുവരെ രാഹു ഉണ്ടായിരുന്നത്. ആ രാഹുവാണ് 3ലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ രാഹുവിൻ്റെ ഈ രാശിമാറ്റം ധനുരാശിക്കാരെ സംബന്ധിച്ച് കുറച്ച് ഗുണങ്ങൾ 100% 4-ലിരുന്നതിനേക്കാളിലും ചെറിയൊരു ആശ്വാസം ഈ ഒരു സമയത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ശരീരത്തിന് ബലം, നല്ലതായിട്ട് ആരോഗ്യം, എന്തെങ്കിലും ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ ധൈര്യപൂർവ്വം എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് അതായത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ടൊരു, അതായത് ബോൾഡ്നെസ് ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയം. പക്ഷെ കണ്ണിനോ അല്ലെങ്കിൽ മുഖത്തോ എന്തെങ്കിലും ചെറിയ മറുകൾ പോലെയോ അല്ലെങ്കിൽ കുരുക്കൾ പോലെയോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കണ്ണിനും മുഖത്തും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും രോഗാദി ബുദ്ധിമുട്ടുകൾ, ഇതേപോലെ എന്തെങ്കിലും റാഷസ് പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കുരുക്കൾ പോലെയോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടം ആയിരിക്കുകയില്ല. അവരുമായിട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. നമുക്ക് വലിയ പ്രയത്നമൊന്നും കൂടാതെ പക്ഷെ ധനപരമായിട്ട് നേട്ടം ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടേ സാധാരണഗതിയിൽ കാശ് കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് 1000 രൂപ കിട്ടാനുള്ളതിന് ഒരു 1500 രൂപയുടെ പണിയെടുക്കുമ്പോൾ 1000 രൂപ കിട്ടുക, അതാണ് എഫേർട്ട് കൂടുതൽ എടുക്കുന്നു, പക്ഷെ ധനപരമായി നേട്ടമുണ്ടാകുന്നില്ല എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ രാഹുവിൻ്റെ 3-ാം ഭാവത്തിലെ ഈ സ്ഥിതി ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ പ്രയത്നമൊന്നുമില്ലാതെ നമുക്ക് നേട്ടങ്ങൾ കിട്ടുന്ന, ധനപരമായിട്ട് നേട്ടം കിട്ടുന്ന ഒരു സമയമാണ്. കേതുവിൻ്റെ സ്ഥാനവും അതുപോലെ തന്നെ. കേതു 10-ാം ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. ആ കേതു 9-ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് അത്ര ഗുണമല്ല. പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും, കുഞ്ഞുങ്ങളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും, ഭാഗ്യത്തിന് ചെറിയ ഒരു കുറവ് ഉണ്ടാകുന്ന, തടസ്സം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ക്ഷേത്രത്തിലെ ഭാഗ്യസൂക്ത അർച്ചന കൊടുക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ സമയത്ത് സൂക്താർച്ചനകൾ എല്ലാം രാവിലെ ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ സമയത്ത് ഭാഗ്യസൂക്തം കൊടുക്കുന്നത് നല്ലതാണ്. അവിടെയും ആരോഗ്യപരമായിട്ട് നമുക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിജയം നമ്മുടെ കൈ വെള്ളയിൽ വരും, പക്ഷെ അത് അനുഭവിക്കുന്നതിനായിട്ട് കുറച്ച് സമയം എടുക്കേണ്ട കാര്യം ഉണ്ടാകുന്നു. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പിതാവിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ്. പിതാവിന് ആരോഗ്യ വിഷയങ്ങളിൽ കൂടാൻ, പുതുതായിട്ട് ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട്. അതായത് നമ്മൾ അന്ന് വരെ ചെയ്ത പുണ്യകർമ്മങ്ങൾക്ക് ക്ഷയമുണ്ടാകുന്ന ഒരു സമയമാണ്. ഔഷധങ്ങൾ കഴിക്കേണ്ട കാര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. എന്തെങ്കിലും അസുഖം വരിക, മരുന്ന് കഴിക്കുക, അതിനൊക്കെ ഉള്ള ഒരു സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയണം. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം അല്ല രാഹുകേതുക്കൾ കൊടുക്കുന്നത്. പക്ഷെ ധനപരമായിട്ട് നേട്ടമുണ്ടാകും. നമുക്ക് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭാഗ്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളിൽ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാകും. രാഹുവിന് വേണ്ടിയിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഹുവിന് വേണ്ടി പ്രത്യേകിച്ച് രാഹു പൂജകൾ ചെയ്യുന്നത് നല്ലതാണ്. നീല പട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ് രാഹു പ്രീതിക്കായിട്ട്.
രാഹുവിൻ്റെ ധ്യാനം നിത്യവും ജപിക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് കേതുവിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നന്നായിട്ട് കേതുവിനെ പ്രാർത്ഥിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഭാഗ്യത്തിൻ്റെ സ്ഥാനത്താണ് കേതു ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് ചെറിയ കുറവുണ്ടായി പോകുന്ന ഒരു സമയം. ഇപ്പോൾ ഒരു വിജയം നമുക്ക് വരുന്നു, പക്ഷെ അത് അനുഭവിക്കാൻ കഴിയാണ്ട് പോകാനൊക്കെ ഉള്ള സാധ്യതകൾ ഈ ഒരു സമയത്തുണ്ട്. അപ്പോൾ ഗണപതിയുടെ പ്രീതി വരുത്തുന്നത് നല്ലതാണ്. ഗണപതി ക്ഷേത്രത്തിലെ 18 നാരങ്ങകൾ കോർത്ത മാല കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഗണപതിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഗണപതിക്ക് മോദക നേദ്യം നൽകുന്നത് നല്ലതാണ്. ഈ ഒരു തടസ്സങ്ങളെല്ലാം മാറി നല്ലതായിട്ട് പഠിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മൾക്ക് തടസ്സങ്ങൾ, പരാജയങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. അപ്പം നല്ലതായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണിത്. മറ്റു മതസ്ഥർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ദോഷത്തിൽ നിന്നും നിവൃത്തി നേടാവുന്നതുമാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.